നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ അമ്മയെ പൊന്നുപോലെ നോക്കുമായിരുന്നു. അതിനുള്ള ഭാഗ്യം എനിക്കുമില്ല, അമ്മയ്ക്കുമില്ല. എന്റെ ചീരു, നീ കുറച്ചുകൂടെ നേരത്തെ വിളിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ ഞാനും രഘുവേട്ടനും അങ്ങോട്ട് തിരിച്ചു വരുമായിരുന്നല്ലോ. അവിടെ കുഴപ്പമൊന്നും കാണില്ലാന്ന് കരുതിയല്ലേ ഞങ്ങൾ ഇന്ന് ദയോടൊപ്പം നിൽക്കാന്ന് വിചാരിച്ചത്. ശരി ശരി, ഞാനേ അത് രാവിലെ തന്നെ ബസ് കയറി വന്നോളാം. രഘുവേട്ടനാണെങ്കിൽ ഇവിടെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. ഇല്ലില്ല, അച്ഛനെ ഒന്നും അറിയിക്കുന്നില്ല. ഞാൻ വന്നോളാം. ശരി. എന്താ ലച്ചുമോൾക്ക് വയ്യാതായോ? ലച്ചുമോക്ക് കുഴപ്പമൊന്നുമില്ല രഘുവേട്ടാ. ആർച്ചമോൾക്കും ഭദ്രമോൾക്കും ചെറിയൊരു പനി, വേറെ കുഴപ്പമൊന്നുമില്ല. സരോജനേന്റി അവിടെ ഉണ്ട്. എന്തായാലും ചീരു ഞാൻ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂ. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. വേണ്ട രഘുവേട്ടാ, രാവിലെ രഘുവേട്ടനെ ബസ് കയറ്റി വിട്ടാ മതി. അവിടെ എല്ലാരും നമുക്ക് വേണ്ടി കാത്തിരിക്കല്ലേ. വാ രഘുവേട്ട ഇരിക്കെ കഴിക്കാം. വേഗം കിടന്നോ ശബരി? അവള് മരുന്ന് കഴിച്ച് മയങ്ങി. അപ്പൊ എന്നാ നമുക്ക് കഴിക്കാം രഘുവേട്ട. ഞാൻ കഴിച്ചു തുടങ്ങി കേട്ടോ. കഴിക്കുക. അല്ലെങ്കിലും ധനഞ്ജയൻ പിള്ളയ്ക്ക് ഒരു കാര്യത്തിലും ക്ഷമയില്ലാത്ത ആളാ. അമ്പിളി ചേച്ചി ഇരിക്കേ, ഒരുമിച്ച് കഴിക്കാം. വേണ്ട ശബരി, നിങ്ങൾ കഴിക്കേ. ഞാനും അനിത ഒരുമിച്ച് കഴിക്കാം. അത് കുഴപ്പമില്ല ചേച്ചി, ചേച്ചി ഇരുന്ന് കഴിക്കേ. വേണ്ട അനിതേ, നീ തനിച്ച് കഴിക്കണ്ടേ, ഇവര് കഴിക്കട്ടെ.